മക്കളെ, ഇന്ന് നമ്മൾ പാനി എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. ത്രിലോക സിംഹ ടക്കുരയിലെയാണ് ഈ പാനി എന്ന കവിത എഴുതിയിരിക്കുന്നത്. വെള്ളത്തിന്റെ പ്രാധാന്യം, വെള്ളത്തിന്റെ മഹത്വമാണ് നമ്മൾ ഈ കവിതയിലൂടെ പഠിക്കുന്നത്. നോക്കാം. പാനി സേ ഹർ ബൂന്ത് ബനി ഹേ, പാനി സേ ഹർ ബൂന്ത് ബനി ഹേ, പാനി സേ ഹർ ബൂന്ത് ബനി ഹേ. എന്താണ് പാനി സേ ഹർ ബൂന്ത് ബനി ഹേ എന്ന് പറഞ്ഞാല്? പാനി പറഞ്ഞാൽ വെള്ളം, ഹർ ബൂന്ത് ബനി ഹേ ഓരോ തുള്ളിയും ഉണ്ടായിട്ടുള്ളത്. അതായത് വെള്ളത്തുള്ളികൾ അല്ലെ, വെള്ളത്തിന്റെ തുള്ളികൾ ഉണ്ടല്ലോ, ആ ഓരോ തുള്ളി ഉണ്ടായിട്ടുള്ളത് വെള്ളം കൊണ്ടാണ്. വെള്ളം കൊണ്ടാണ് ഈ ഓരോ തുള്ളി ഉണ്ടാക്കിയത്. മനസ്സിലായ? വെള്ളത്തിന്റെ തുള്ളി. പാനി കാഹി സാഗർ, അതുപോലെ തന്നെ വെള്ളത്തിന്റെ തന്നെയാണ് എന്ത്? സാഗർ, സാഗരം, സമുദ്രം. സമുദ്രം എങ്ങനെയാണ്? ഓരോ വെള്ളത്തുള്ളിയും ചേർന്നതാണ് അല്ലെ. അപ്പൊ വെള്ളം കൊണ്ടുണ്ടാക്കിയത് തന്നെയാണ് എന്ത്? സമുദ്രവും. വെള്ളത്തിന്റെ തുള്ളികൾ, ഓരോ തുള്ളികളിൽ എന്താ ഉള്ളത്? വെള്ളാണുള്ളത് അല്ലെ. വെള്ളത്തിന്റെ മഹത്വമാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ വെള്ളം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് സാഗരം, അതായത് സാഗർ. സാഗരം പറഞ്ഞ സമുദ്രം. नभ में बादल दौड़ लगाते बर पानी की गागर. നബ് പറഞ്ഞ ആകാശം, നബ് മേ ബാദൽ, ബാദൽ മേഘം, ദൗഡ് ലഗാത്തെ, നബ് മേ ബാദൽ ദൗഡ് ലഗാത്തെ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ മേഘം ഉരുണ്ടുകൂടുക. ആകാശത്തിൽ മേഘം ഉരുണ്ടുകൂടും. കാർമേഘം ഉരുണ്ടുകൂടും അല്ലെ. മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് കാർമേഘം ഉരുണ്ടുകൂടും അല്ലെ. അപ്പൊ ആ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് ബർ പാനിക്ക് ഗാഗർ, വെള്ളം നിറച്ച കുടവുമായിട്ടാണ്. അതായത് ഈ കാർമേഘത്തിലൊക്കെ വെള്ളം നിറച്ച കുട ഉണ്ട് എന്നാ പറയണത്. തുള്ളിക്കൊരു കുടം പേമാരി എന്നൊക്കെ കേട്ടില്ലേ? നല്ല മഴ പെയ്യൂലേ, അപ്പൊ ഒരു തുള്ളിക്ക് ഒരു കുടം എന്ന കണക്കിന് വെള്ളം ഒഴുകുന്ന രീതിയിലൊക്കെ മഴ പെയ്യും. അപ്പൊ ഈ ആകാശത്തിൽ എന്തുണ്ട് എന്നാണ് പറഞ്ഞത്? നഭമേ ബാദൽ ദൗഡ് ലഗാത്തെ ബർ പാനിക്ക് ഗാഗർ, പാനിക്ക് ഗാഗർ ബർക്കർ. അതായത് കുടത്തിൽ വെള്ളം നിറച്ചിട്ട്, വെള്ളം നിറച്ച കുടവുമായിട്ടാണ് ആകാശത്തില് കാർമേഘം ഉരുണ്ടുകൂടുന്നത്. ഉരുണ്ടുകൂടുന്ന കാർമേഘത്തിന് അതിന്റെ കയ്യിൽ ഒരുപാട് വെള്ളം ഉണ്ട് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? എന്നോട് മീനിങ് പറയാ. നബ് ആകാശം, ബാദൽ മേഘം, ബാദൽ ദൗഡ് ലഗാത്തെ പറഞ്ഞാല് കാർമേഘം ഉരുണ്ടുകൂടുക, ബർ പാനിക്ക് ഗാഗർ, ഗാഗർ പറഞ്ഞ കുടം, പാനി വെള്ളം, ബർണ നിറയ്ക്കുക, വെള്ളം നിറച്ച കുടം, വെള്ളം നിറച്ച കുടവുമായി, വെള്ളം നിറച്ച കുടവുമായി ആകാശത്തിൽ കാർമേഘം ഉരുണ്ടുകൂടുന്നു. पानी से ही बहते झरने नदियां नाले बहते, पानी से ही बहते झरने, വെള്ളം കൊണ്ട് തന്നെയാണ് അരുവികൾ ഒഴുകുന്നത്. ജർണ പറഞ്ഞ അരുവി, അരുവിയിൽ വെള്ളം ഉണ്ടാവൂലേ, ഓരോ തുള്ളി വെള്ളവും ചേർന്നിട്ട് അതാ എങ്ങനെ ഒഴുകുന്നു? അരുവിയിൽ ഇങ്ങനെ ഒഴുകുകയാണ്. നദിയാൻ നാലേ ബഹത്തെ, അതുപോലെ തന്നെയാണ് നദികളും തോടുകളും ഒഴുകുന്നത്. നദിയാൻ പറഞ്ഞ നദി തന്നെ, നാലേ തോട്. നദികളും തോടുകളും ഒഴുകുന്നത് വെള്ളത്താലാണ്, വെള്ളം കൊണ്ടാണ് ഒഴുകുന്നത് അല്ലെ. നദിയിലും തോട്ടിലൊക്കെ എന്താ ഉള്ളത്? വെള്ളാണുള്ളത്. താഴ് തലയ്യ ജീൽ സരോവർ, അതുപോലെ തന്നെ താഴ് തലയ്യ പറഞ്ഞാല് കുളങ്ങളും തടാകങ്ങളും. താൽ തലയ്യ, താലാബ്, താലാബിന്റെ ചുരുക്കാണ്, ഷോർട്ടാണ് താൾ. താൽ തലയ്യ പറഞ്ഞാല്, താൾ പറഞ്ഞ കുളം, കുളങ്ങളും തോടുകളും, ജീൽ സരോവർ തടാകങ്ങളും പൊയ്കകളും, പാനി സേ ബർ രഹത്തെ വെള്ളം നിറച്ചാണ് പോകുന്നത്. അതിലൊക്കെ എന്തുണ്ട്? വെള്ളമുണ്ട്. വെള്ളം നിറച്ചിട്ട് ആ നിറഞ്ഞ വെള്ളവുമായിട്ടാണ് അവരിങ്ങനെ ഒഴുകി പോകുന്നത് എന്നാണ് പറഞ്ഞത്. പാനി സേഹി ഫസലേം ഉകുത്തി, വെള്ളത്തിൽ നിന്ന് തന്നെയാണ് എന്തുണ്ടാകുന്നത്? ഫസലേം ഉകുത്തി, വിളവുകൾ ഉണ്ടാകുന്നത്.
അതായത് വിളവുകൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം അല്ലേ? വെള്ളം ഇല്ലാതിരുന്നാൽ വിളവുകളൊക്കെ ഉണങ്ങിപ്പോവും. അപ്പൊ എന്താണ്? പാനി സേഹി ഫസലേ ഉഗ്തി. വെള്ളം ഉള്ളത് കൊണ്ട് തന്നെയാണ് വിളവുകൾ ഉണ്ടാകുന്നത്. ഹർ വൻ ഉപവൻ ഫസൽ ഫൽത്ത. ഹർ വൻ ഉപവൻ ഫൽത്ത. ഓരോ വനങ്ങളും അതുപോലെ തന്നെ ഉദ്യാനങ്ങൾ, പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത് വെള്ളമുള്ളത് കൊണ്ടാണ്. പാനി സേഹി ഇസ് വസുധാ പർ സബ്കാ ജീവൻ ചൽത്ത. പാനി സേഹി ഇസ് വസുധ പർ. വെള്ളമുള്ളത് കൊണ്ട് തന്നെയാണ് ഇസ് വസുധ, വസുധ പറഞ്ഞ ഭൂമി, ഈ ഭൂമിയിൽ സബ്കാ ജീവൻ ചൽത്ത, എല്ലാവരുടെയും ജീവൻ നിലനിൽക്കുന്നത്. എല്ലാവരുടെയും ജീവൻ നിലനിൽക്കുന്നത് ഭൂമിയിൽ വെള്ളമുള്ളത് കൊണ്ട് തന്നെയാണ്. പാനി സേഹി ഇസ് വസുധ പർ. വസുധ ഭൂമി, പാനി സേഹി വെള്ളം കൊണ്ട് തന്നെയാണ്, അതായത് വെള്ളമുള്ളത് കൊണ്ട് തന്നെയാണ്, ഇസ് വസുധ പർ ഈ ഭൂമിയിൽ, സബ്കാ ജീവൻ ചൽത്ത എല്ലാവരുടെയും ജീവിതം നിലനിൽക്കുന്നത്. ആവോ ബചത് കരേ പാനി കി, പാനി ഉത്തം ധൻ ഹേ. ആവോ വരൂ, ബചത് കരേ പാനി കി വെള്ളത്തെ സംരക്ഷിക്കാം. പാനി ഉത്തം ധൻ ഹേ, പാനി വെള്ളം എന്നെങ്ങനെയാണ്? ഉത്തമമായ ധനമാണ്, വളരെ വലിയ ധനം എന്ന് പറയുന്നത് എന്താണ്? വെള്ളമാണ് എന്നാണ് പറയുന്നത്. പാനി ഉത്തം ധൻ ഹേ. പാനി സേ ഹി യഹ് ജഗ് സുന്ദർ, പാനി സേ ജീവൻ ഹേ. പാനി സേഹി യഹ് ജഗ് സുന്ദർ. വെള്ളമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ലോകം ഇത്രയും മനോഹരമായിരിക്കുന്നത്, സുന്ദരമായിരിക്കുന്നത്. പാനി സേ ജീവൻ ഹേ, വെള്ളമുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. പാനി ഉത്തം ധൻ ഹേ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളം ഏറ്റവും നല്ല സമ്പത്താണ്, ഏറ്റവും നല്ല സമ്പത്ത് വെള്ളമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളമില്ലാതെ എന്ത് സമ്പത്തുണ്ടായാലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അല്ലേ? വെള്ളം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നാൽ നമ്മളെ കയ്യിലുള്ള സമ്പാദ്യമൊക്കെ തീരൂലേ? നമുക്ക് എന്തെല്ലാം ആവശ്യത്തിന് വെള്ളം വേണം? രാവിലെ എഴുന്നേറ്റത് മുതൽ നോക്കിയാൽ നമുക്ക് വെള്ളം എന്തെല്ലാം ആവശ്യത്തിന് നമ്മൾ എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റൂലേ? അപ്പം നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും വെള്ളം വേണം. അപ്പം വെള്ളമില്ലാതിരുന്നാലുള്ളൊരവസ്ഥ ആലോചിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ എത്ര സമ്പാദിച്ചാൽ നമുക്ക് വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങും, കാശ് കൊടുത്ത് വാങ്ങാനും വെള്ളം കിട്ടാത്തൊരവസ്ഥ. അങ്ങനെയുള്ളൊരവസ്ഥ വരുമ്പോൾ എങ്ങനെ ജീവിക്കും? ജീവിതം തന്നെ ഇല്ലാതെയാവും അല്ലേ? ഭൂമിയിൽ ഒരു ജീവജാലങ്ങളും ഇല്ലാതെ ആകും. അതാണ് പറഞ്ഞത് വെള്ളമാണ് ഏറ്റവും നല്ല ധനം എന്ന് പറഞ്ഞത്. ഏറ്റവും നല്ല സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? വെള്ളം തന്നെയാണ്. പാനി സേ ഹി യഹ് ജഗ് സുന്ദർ, പാനി സേ ജീവൻ. വെള്ളമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ലോകം ഇത്രയും മനോഹരമായിരിക്കുന്നതും ഇവിടെ ജീവൻ നിലനിൽക്കുന്നതും. വളരെ മനോഹരമായൊരു കവിതയാണ് ഈ കവിത. ഇതില് നമ്മുടെ കവിത ഇവിടെ അവസാനിച്ചു. ഇതില് മീനിങ് എന്ന് പറയാൻ അത്രേ പ്രധാനമായിട്ട്, അതായത് അറിയാത്തതായിട്ട്, നിങ്ങൾക്ക് പ്രത്യേകം അറിയാത്തതായിട്ട് അങ്ങനെ മീനിങ്ങുകളൊന്നും ഇല്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മീനിങ് തന്നിട്ടുണ്ട്, അതും കൂടെ നോക്കുക. പിന്നെ എല്ലാ മീനിങ്ങും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.